നമസ്കാരം. നാം ഇന്ന് കാണുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം സെപ്റ്റംബർ മാസം 10-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു കടന്നൽക്കൂട്ടിൽ കല്ലെടുത്ത് എറിഞ്ഞതിനെ തുടർന്ന് ഉണ്ടായതാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ പറയുന്നു. വൈൽ ഇഷ്യൂയിങ് ദ ഓർഡർ ഡേറ്റഡ് 10/9/25, ലിറ്റിൽ ഡിഡ് വി റിയലൈസ് ദാറ്റ് വി വെയർ ഇൻ ഫാക്ട് ഓപ്പണിംഗ് എ ഓണേഴ്സ് നെസ്റ്റ് എന്നാണ് കോടതി പറഞ്ഞത്. സെപ്റ്റംബർ മാസം 9-ാം തീയതി ശബരിമലയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഒറ്റനോട്ടത്തിൽ തികച്ചും നിരുപദ്രവകരം എന്ന് തോന്നാവുന്ന ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുന്നു. ആ റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്ത ശക്തമായ നിലപാടാണ് ഇപ്പോൾ കേരള സർക്കാരിന് വരെ പിടിച്ചുകുലുക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറിയത്. ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവലിൻ്റെ 152-ാമത്തെ പുറത്ത് പറയുന്നത് ശബരിമലയിലെ സന്നിധാനത്തിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുണ്ടെങ്കിൽ അത് സന്നിധാനത്ത് വച്ച് തന്നെ ആയിരിക്കണം എന്നാണ്. കൂടാതെ 30/6/2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ഒരു ഉത്തരവിട്ടിരുന്നു. അതായത് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അറ്റകുറ്റ പ്രവർത്തനങ്ങളും മറ്റും നടത്തുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അദ്ദേഹത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയതിന് ശേഷം മാത്രം ആയിരിക്കണം എന്നും ആണ്. എന്നാൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിട്ടുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മേൽ ചാർത്തിയിരുന്ന സ്വർണം പതിപ്പിച്ച ചെമ്പ് തകിടുകൾ ഇളക്കി മാറ്റി റിപ്പയറിനാണെന്നും പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അത് ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ആയിരുന്നു. അപ്പോൾ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലെ ഉള്ളടക്കം അതിനെ സംബന്ധിച്ചിട്ട് ആയിരുന്നു. നാം ഇവിടെ ആലോചിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, അഥവാ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ കമ്മീഷണറെ നിയമിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ശബരിമലയിൽ എന്തൊക്കെ നടന്നേനെ എന്നുള്ള കാര്യം കൂടി നാം ഇവിടെ ആലോചിക്കാം. ഇതേ ദ്വാരപാലക വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റനേകം സാധനങ്ങൾ 1998-99 വിജയ് മല്യ സ്വർണം പതിപ്പിച്ച് നൽകിയിരുന്നു. അതിനുശേഷം 2019 ഇതേ വിഗ്രഹങ്ങളിലുള്ള ഈ സ്വർണ്ണ കവറുകൾ എടുത്തു മാറ്റിയിട്ട് ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ അല്ലെങ്കിൽ സ്വർണം പതിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അന്ന് അത് തിരിച്ചു നൽകിയത് 40 വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടി ആയിരുന്നു. എന്നാൽ ജസ്റ്റ് 6 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ വിഗ്രഹങ്ങളെ ചെന്നൈയിലേക്ക് വീണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോയി എന്ന് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അതിൽ സംശയം തോന്നിയത്. കേസ് ആദ്യ ദിവസം പരിഗണിച്ച, അതായത് സെപ്റ്റംബർ മാസം 10-ാം തീയതി തന്നെ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ സംബന്ധിച്ച ഈ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നിർത്തിവെക്കാനും എത്രയും വേഗം ആ വിഗ്രഹങ്ങളെ തിരികെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു. കോടാനുകോടി രൂപ വാർഷിക വരുമാനമുള്ള ശബരിമലയുടെ സ്വത്തുക്കൾ നിരീശ്വരവാദികളായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കാലാകാലങ്ങളിലായി കൊള്ളയടിക്കുന്നു എന്ന സത്യത്തിൻ്റെ ചുരുളുകളാണ് പിന്നീട് അവിടെ അഴിഞ്ഞു വീണത്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ വരെ ഉൾപ്പെട്ടേക്കാവുന്ന വളരെയധികം പൊതുജന താല്പര്യം ഉള്ള ഒരു കേസാണിത്. ഇപ്പോൾ കേസന്വേഷണം നടത്തുന്നത് ഹൈക്കോടതി തന്നെ നിയമിച്ച ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം നടത്തുന്നത്. എങ്കിൽ തന്നെയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ SITയിലെ അംഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഭാവിയിലും അവർക്ക് അതേ വകുപ്പിന് കീഴിലായിരിക്കും ജോലി ചെയ്യേണ്ടി വരികയും 2019 മുതൽ LDF സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കമ്മീഷണർമാരും കൂടാതെ ഇതേ പാർട്ടിയുമായി ബന്ധമുള്ള ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് മിക്കവാറും പ്രതിപ്പട്ടികയിൽ വരാൻ ഇടയുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ LDF സർക്കാർ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാതിരിക്കാൻ ശ്രമിക്കില്ല എന്ന് ആരും തന്നെ, അരിയാഹാരം കഴിക്കുന്ന ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ കേസന്വേഷണത്തെ സംബന്ധിച്ച് ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം ജനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിൻ്റെ അന്വേഷണം SITയെ ഏൽപ്പിക്കാതെ CBIക്ക് വിടണമായിരുന്നു. അതായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ, പ്രത്യേകിച്ചും അവർ ഭരണകക്ഷിയിലെ അംഗങ്ങളാണ് എങ്കിൽ അത്തരം കേസുകൾ CBIക്ക് വിടാവുന്നതാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതും ആണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സെപ്റ്റംബർ മാസം 12-ാം തീയതിയിലെ ഇടക്കാല ഉത്തരവിൽ ഒരു സുപ്രീം കോടതി ഉത്തരവ് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്രധനം കൊള്ളയടിക്കപ്പെടാതിരിക്കണം എങ്കിൽ
ഈ ഭക്തജനങ്ങൾ അതീവ ജാഗരൂകർ ആയിരിക്കണം എന്നാണ്. ഈ കേസിൽ ധനാപകരണം, വിശ്വാസവഞ്ചന, മോഷണം എന്നീ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുള്ളതായി പ്രഥമദൃഷ്ട്യാ തന്നെ കാണാവുന്നതാണെന്ന് കോടതി പറയുന്നു. SITയോട് കേസ് അന്വേഷണത്തെ സംബന്ധിച്ച യാതൊരു വിവരങ്ങളും പൊതുജനത്തിനോ മാധ്യമങ്ങൾക്കോ നൽകാൻ പാടില്ല എന്നും അവസാന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഹൈക്കോടതിയുടെ അംഗീകാരം തേടേണ്ടതാണ് എന്നും SITയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 10-ാം തീയതി മുതൽ അന്വേഷണ ചുമതല ഏറ്റെടുക്കാനാണ് ഹൈക്കോടതി SITയോട് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ അന്വേഷണം SITക്ക് കൈമാറുന്നതിനുള്ള കാരണമായി കോടതി പറഞ്ഞത് ഇതൊരു അസാധാരണമായ കേസാണ്. കോടതി എടുത്തു പറഞ്ഞു, കോടതി യാതൊരു കാരണവശാലും അന്വേഷണം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇടപെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ ഈ അന്വേഷണത്തെ സംബന്ധിച്ച വിശ്വാസ്യതയെയും നിഷ്പക്ഷതയെയും സംബന്ധിച്ച് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിനും അതിലൂടെ എത്ര ഉയർന്നവനായാലും അയാൾക്കെതിരെയുള്ള അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് എന്നാണ് കോടതി പറയുന്നത്. കോടതി നിരീക്ഷണത്തിന് അടിയിൽ അന്വേഷണം നടത്തുന്നതിലൂടെ അന്വേഷണം സുതാര്യമായും വിശ്വാസയോഗ്യമായും നടക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോടതി പറയുന്നു. സെപ്റ്റംബർ മാസം 10-ാം തീയതിക്കും ഒക്ടോബർ മാസം 10-ാം തീയതിക്കും ഇടയിൽ 7 ദിവസങ്ങളിലാണ് ഈ കോടതി ഈ കേസിലെ വാദങ്ങൾ കേട്ടത്. അന്നെല്ലാം തന്നെ ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഓപ്പൺ കോടതിയിൽ ആയിരുന്നു. അതായത് പൊതുജനങ്ങൾക്കും മാധ്യമത്തിനും എല്ലാം തന്നെ ഈ കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. എന്നാൽ ഒക്ടോബർ മാസം 21-ാം തീയതി കോടതി ഈ കേസിലെ വാദങ്ങൾ കേട്ടത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലൂടെ ആയിരുന്നു. ഇനി തുടർന്ന് ഈ കേസിനെ സംബന്ധിക്കുന്ന ഈ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ ആയിരിക്കും നടക്കുക എന്നും കോടതി ഉത്തരവിട്ടു. എന്താണ് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്? അതായത് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഈ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ജഡ്ജിയും വക്കീലന്മാരും അതുമായി ബന്ധപ്പെട്ട കോടതി ഉദ്യോഗസ്ഥരും കക്ഷികളും മാത്രം അടങ്ങുന്ന സംഘം പ്രൈവറ്റ് ചേംബറിലോ ജഡ്ജിയുടെ ചേംബറിലോ ഈ കേസിൻ്റെ വാദങ്ങളും മറ്റും നടത്തുക എന്നുള്ളതാണ് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കോടതി നടപടികൾ ക്യാമറയിൽ പകർത്തും എന്നല്ല. ചില കേസുകളൊക്കെ ഈ ഓപ്പൺ കോടതിയിലാണ് നടക്കുന്നത് എങ്കിൽ ചില വ്യക്തികൾക്ക് അവരുടെ സ്വകാര്യത നഷ്ടപ്പെടാൻ ഇടയുണ്ട്. ചില കേസുകളിൽ അവർക്ക് മാനഹാനി സംഭവിക്കാൻ ഇടയുണ്ട്. ചില കേസുകളൊക്കെ ഈ രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളായിരിക്കും. ചില കേസുകളിൽ സാക്ഷികൾക്ക് സംരക്ഷണം നൽകേണ്ടതായി വരും. ചില കേസുകളൊക്കെ ഈ ശബരിമല കേസ് പോലെ തന്നെ ഈ പൊതുജന സമ്മർദ്ദവും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സമ്മർദ്ദവും ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് അശ്ലീലമൊക്കെ ആകാനും വകുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും ന്യായമായ വിചാരണ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഈ കോടതി നടപടികൾ ഇൻ ക്യാമറയിൽ നടത്തുന്നത്. ഈ ഇൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇൻ ചേംബർ എന്നാണ്. ബലാത്സംഗ കേസുകളൊക്കെ ഇൻ ക്യാമറയിലായിരിക്കും നടക്കുക. അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട കേസ്, രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസ്, അത്തരം കേസുകളാണ് സാധാരണഗതിയിൽ ഇൻ ക്യാമറയിൽ നടത്തുക. ഈ കേസിലെ നടപടിക്രമങ്ങൾ ഇൻ ക്യാമറയിലേക്ക് മാറ്റാനായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാരണങ്ങൾ, ഈ കോടതി ഈ കേസിൽ ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ സംഭ്രമജനകമായ ഒരു അന്തരീക്ഷം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് ചില അച്ചടി മാധ്യമങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നും അതിനെ കോടതി ഗൗരവമായി കാണുന്നു എന്നും ആണ്. സ്വതന്ത്രവും നിഷ്പക്ഷവും നിർഭയവുമായ മാധ്യമപ്രവർത്തനം ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നും ജനങ്ങളുടെ അറിയുവാനുള്ള അവകാശം സാധ്യമാക്കപ്പെടുന്നത് മാധ്യമങ്ങളിൽ കൂടി ആണെന്നും, പക്ഷേ എന്ന് കരുതി മാധ്യമങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്താനോ വിചാരണ നടത്താനോ പാടില്ല എന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധം ആണെന്നും അത് നിയമവാഴ്ചയെ പ്രതികൂലമായി ബാധിക്കും എന്നും കോടതി പറഞ്ഞു. പിന്നെ കോടതി പറഞ്ഞത് അന്നേ ദിവസം ഒക്ടോബർ മാസം 21-ാം തീയതി രാവിലെ വിജിലൻസ് കമ്മീഷണർ ഒരു റിപ്പോർട്ട് രാവിലെ 10:15 കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഉടൻ തന്നെ മാധ്യമങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പ്രത്യക്ഷപ്പെട്ടതായും കോടതി പറയുന്നു. കോടതി പരാമർശങ്ങൾ നടത്തുന്നത് അതിനു മുന്നിലുള്ള ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച രജിസ്റ്ററുകളുടെയും റെക്കോർഡുകളുടെയും ഈ സ്വർണം പൂശൽ നടത്തിയ ഏജൻസിയായ സ്മാർട്ട് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച രേഖകളുടെയും കൂടാതെ ദേവസ്വം ബോർഡ് വിജിലൻസ്
ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണെന്നും കോടതി പറയും. എന്നാൽ ചില ചാനലുകൾ അവർക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇൻ്റർവ്യൂ എടുത്ത് അതിലൂടെ ഒരു സമാന്തരമായ അന്വേഷണം നടത്തുന്നതായും ഈ കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാനുള്ള അത്തരം ശ്രമങ്ങൾ വസ്തുതാ വിരുദ്ധവും ജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതും ഈ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്നും കോടതി പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ടതാണ് എങ്കിലും ആ സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് ഉപരിയാകാൻ പാടില്ല എന്നും ഈ മാധ്യമങ്ങളൊക്കെ തന്നെ കോടതി രേഖകളോടും കോടതി ഉത്തരവുകളോടും ബഹുമാനം പുലർത്തണം എന്നും അല്ലാതെ പക്ഷപാതപരമായ നറേറ്റീവ്സ് ഉണ്ടാക്കാൻ പാടില്ല എന്നും കോടതി പറയും. കോടതി ഉത്തരവുകൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണെന്നും എന്നാൽ സമാന്തരമായ ഒരു അന്വേഷണം നടത്താൻ പാടില്ല എന്നും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ, അതായത് സബ് ജുഡീസായ ഒരു വിഷയത്തിൽ അനിയന്ത്രിതമായ പ്രചാരണം പാടില്ല എന്നും ഈ മാധ്യമപ്രവർത്തനം കൃത്യമായ രേഖകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും കോടതി പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് പ്രതികളുടെ അവകാശങ്ങളെയോ അവരുടെ സ്വകാര്യതയെയോ റെപ്യൂട്ടേഷനെയോ പ്രതികൂലമായി ബാധിക്കാൻ പാടില്ല എന്നും മാധ്യമങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(2) പറയും പ്രകാരം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്നതാണെന്നും കൂടാതെ അവർ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ലോയെക്കുറിച്ചിട്ട് കൂടി അറിഞ്ഞിരിക്കണമെന്നും കോടതി ഓർമ്മപ്പെടുത്തുന്നു. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ആദ്യം പറഞ്ഞു ഇതൊരു അസാധാരണ കേസാണ്. രണ്ടാമതായി ബഹുമാനപ്പെട്ട കോടതി ആഹ്വാനം ചെയ്തത്, ഭക്തജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഇത്തരത്തിൽ ക്ഷേത്രധനം കൊള്ളയടിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി അവസരത്തിനൊത്ത് ഉയർന്ന് ജാഗരൂകരായി പ്രവർത്തിക്കാൻ വേണ്ടി ആണ്. മൂന്നാമതായി കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രസ്റ്റികൾ 3 ആൾക്കാരോട് ബാധ്യസ്ഥരാണ്. ഒന്നാമതായി അയ്യപ്പൻ എന്ന് പറയുന്ന ഡയറ്റി, രണ്ടാമതായി ആ ക്ഷേത്രത്തിൻ്റെ ഗുണഭോക്താക്കളായ ഭക്തജനങ്ങൾ, മൂന്നാമതായി അവരെ നിയമിച്ച സർക്കാർ. കൂടാതെ ഈ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും നമ്മുടെ കോടതി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ള എളിയ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഓപ്പൺ കോടതിയിൽ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അവയുടെ FIR പോലും ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണമെല്ലാം കൊള്ളയടിച്ച പ്രതികൾ ആരാണെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഗുണഭോക്താക്കളായ ഭക്തജനങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരാണ് ആദ്യം അറിയേണ്ടത്. കൂടാതെ ഈ 2 കേസിലും 2019 ചില പദവികളെയാണ് പ്രതിയാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു കേസിൽ 1ഉം 2ഉം പ്രതികളായി പറഞ്ഞിരിക്കുന്നത് യഥാക്രമം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൽപേഷും ആണ്. 3ആം പ്രതി 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു ആയിരിക്കാനാണ് സാധ്യത. 4ആം പ്രതി എന്ന് പറയുന്നത് അന്ന് തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന ഒരു ബൈജു ആണ്. 5ആം പ്രതി എന്ന് പറയുന്നത് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ ആണ്. 6ആം പ്രതി എന്ന് പറയുന്നത് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവും 7ആം പ്രതി എന്ന് പറയുന്നത് അന്ന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിരുന്ന ഒരു സുനിൽ കുമാറും ആണ്. അടുത്ത 3 പ്രതികൾ എന്ന് പറയുന്നത് 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സായിരുന്നു. അതായത് പ്രസിഡന്റ് A പത്മകുമാർ, രണ്ടാമതായി ഒരു ശങ്കരദാസ്, മൂന്നാമതായി ഒരു വിജയകുമാർ. അങ്ങനെ ടോട്ടൽ 10 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് എന്നാണ് എൻ്റെ അനുമാനം. ഗൂഗിളിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. നാം ഇവിടെ ഓർക്കേണ്ടത്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വ്യക്തികളെയൊക്കെ ഇൻഡയറക്റ്റായിട്ടാണെങ്കിൽ പോലും വളരെ നിശിതമായിട്ടാണ് ഇടക്കാല ഉത്തരവുകളിൽ വിമർശിച്ചിട്ടുള്ളത്. അവർ എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നും കോടതി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പരിശോധിച്ചപ്പോൾ കോടതി അവിടെ പറഞ്ഞ എല്ലാ കുറ്റകൃത്യങ്ങളും ഈ പ്രതികൾക്കെതിരെ ചാർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. രാഷ്ട്രീയക്കാരായ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള, ഒരുപക്ഷെ ഈ കേസ് അന്വേഷണത്തെ തന്നെ സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ള ഈ കേസിലെ പ്രതികളുടെ എന്ത് സ്വകാര്യതയാണ് നമുക്കിനി സംരക്ഷിക്കേണ്ടത്? അവർക്കിനി ഈ സമൂഹത്തിന് മുന്നിൽ എന്ത് മാനമാണ് നഷ്ടപ്പെടാൻ ഉള്ളത്? നാം ആലോചിക്കേണ്ടത്, ഒരാളെ അവസാനം ശിക്ഷിക്കപ്പെടുന്നത് വരെ അയാളെ ഒരു നിരപരാധിയായി കണക്കാക്കണം എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിലെയും എല്ലാ പ്രതികൾക്കും ഇത്തരത്തിൽ ഒരു
ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനുള്ള ഒരു അവകാശം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ എളിയ ചോദ്യം. നാം ഓർക്കേണ്ടത് അഭയ കേസിൽ ഒരു സിസ്റ്റർ സ്റ്റെഫി ആയിരുന്നു പ്രതി. ഞാനത് നേരിട്ട് കണ്ട, വിധി പറയുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അതിൽ അവരുടെ കന്യാചർമ്മം കൃത്രിമമായി മാറ്റിവെക്കപ്പെട്ടതാണ് എന്നായിരുന്നു ഒരു ആരോപണം. അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. അവർക്ക് പോലും കിട്ടാത്ത ഈ ഒരു അവകാശമാണ് ഈ ശബരിമല സ്വർണ്ണക്കേസിൽ ഈ പ്രതികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും സുതാര്യത ഉറപ്പാക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഒക്ടോബർ മാസം 21-ാം തീയതി കോടതി ഈ കേസിനെ സംബന്ധിക്കുന്ന നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഇനി ഇൻ ക്യാമറയിൽ ആയിരിക്കും എന്നുള്ള ഉത്തരവിട്ടതോടുകൂടി ഈ കേസ് അന്വേഷണത്തിലെ സുതാര്യത അടിമുടി നഷ്ടമായി എന്നാണ് ഈ കലികാലത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.